ചേച്ചി ചേച്ചി എന്താ എന്താ കേറി കിടക്കണേ? പിന്നെ മനുഷ്യനെ കിടന്ന് ഉറങ്ങണ്ടേ? രാത്രി 8 മണിക്കൂർ ഉറക്കം കളഞ്ഞിരിക്കണതാ. എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ എഴുത്തല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ കേറി കിടക്കണം. ആ പിന്നെ, അല്ലെങ്കിൽ രാത്രി എനിക്ക് ഉറക്കം വന്നാലോ? ആ ശരി ശരി ശരി. ആ ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വേറൊരു കാര്യമായിരുന്നു ചേട്ടാ. ലച്ചേച്ചി എന്ത് സംഭവം എന്താ, ആളെ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞേ ലച്ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഹൊറർ സീരീസ് കാണാൻ പേടിയായതുകൊണ്ടാണ് അളിയനെയും കൂടെ കൂട്ട് വിളിക്കണത് എന്ന്. എങ്ങനെ? ഓ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഹൊറർ സീരീസ് കണ്ടാ പേടി വരുമല്ലോ, അപ്പൊ അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അളിയനെ കൂട്ടായിട്ട് അടുത്ത് വിളിച്ചിരുത്തുന്നത് എന്ന് പറഞ്ഞു. സിദ്ധു അങ്ങനെ പറഞ്ഞു? യാ സിദ്ധു, അങ്ങോട്ട് സിദ്ധു ആ വന്നേ. എന്താ നീ ഇവന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്ത്? എനിക്ക് ഹൊറർ പടം ഒറ്റയ്ക്ക് കാണാൻ പേടിയായതും കൊണ്ട് നിന്നെ ഞാൻ കൂട്ട് വിളിക്കുന്നയാന്ന് നീ ഇവന്റെ അടുത്ത് പറഞ്ഞു? ലച്ചുസ, ഞാൻ അത് അങ്ങനെയല്ല പറഞ്ഞേ അളിയാ. അതെ അളിയ അങ്ങനല്ല പറഞ്ഞേ. അളിയൻ പറഞ്ഞ എങ്ങനെന്ന് വെച്ചാല് ചേച്ചി വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ട് ഈ ഹൊറപ്പടം കണ്ടിട്ടിരുന്ന് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അളിയൻ വന്ന് ചേച്ചിയോട് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. ഹലോ, എനിക്ക് ഹൊറർ പടം ഒറ്റയ്ക്ക് കാണാൻ പേടിയൊന്നുമല്ല. ഞാനേ ഇഷ്ടം പോലെ ഹൊറർ പടങ്ങൾ കണ്ടിട്ടുണ്ട്, അതും ഒറ്റയ്ക്ക്. വിശ്വാസമില്ല. വിശ്വാസമില്ലേ? എന്നാ നീ വിശ്വസിക്കണ്ട. അല്ല, വിശ്വസിക്കാൻ വേറെ ഉറപ്പുണ്ട്. ചേച്ചി ഇതങ്ങ് ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാ മതി. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടേനെ, പക്ഷേ ഇത് നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാമെന്ന് നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാ. ഓ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസമില്ലെങ്കിൽ താൻ വിശ്വസിക്കണ്ടോ? ചേച്ചി വിശ്വസിക്കുന്നില്ല. അളിയൻ ലച്ചേച്ചിയുടെ കൂടെ ഇരുന്ന് ആ ഹൊറർ സീരീസ് മൊത്തം കണ്ടു തീർക്കണേ, കാരണം ലച്ചേച്ചിക്ക് പേടി വരരുതല്ലോ. ലച്ചുസേ പേടിക്കണ്ട കേട്ടോ, ഞാൻ ലച്ചുസിന്റെ കൂടെ ഇരിക്കും. ഞാൻ പറഞ്ഞ എനിക്ക് പേടിയില്ലാന്ന്. അയ്യോ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലയോ? ലച്ചേച്ചിക്ക് പ്രേത സീരീസ് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പേടിയെന്ന്. ഓഹോ, അതാണോ കാര്യം? ലച്ചുവിന് അല്ലെങ്കിലും പേടിയല്ലയോ? എത്ര തവണ പേടിച്ച് നിലവിളിച്ചിട്ടുണ്ട് ഇല്ലയോ? ഞാൻ എപ്പോഴാ പേടിച്ച് നേരെ വിളിച്ചാക്കണേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ 12 മണിക്ക് ശേഷം ഒറ്റയ്ക്കിരുന്ന് ആ സീരീസ് മൊത്തം കണ്ടു തീർക്കും. ഐ ചലഞ്ച്. 12 മണിക്ക് ശേഷം പോടാ അവിടുന്ന്. അതിന് നിന്റെ വെല്ലുവിളി കാര്യമായിട്ട് എടുക്കാൻ പോണു. പേടി 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 പേടി. ലച്ചുസേ പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എങ്ങനെ ഒരുമിച്ചിരുന്ന് കാണാം? ഞാനേ ഈ സീരിയസിന് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോളാം. ഇവന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. ஐயோ வேணாம் லட்சோ, சொல்றத கேளு. அப்படியெல்லாம் நீ பார்த்தேன்னு வச்சுக்கோ, நீ மயக்கம் போட்டு வீழ்ந்துடுவ. അപ്പനെ ആശുപത്രി തൂക്കി എടുത്തോണ്ട് കൊണ്ടുപോയാ മതി, ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്കിരുന്ന് കാണുമോ? ആ കാണും. ഉറപ്പാണോ? ആ ഉറപ്പ്. എന്തായാലും ഈ അവസരം കൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. അല്ലയോ, പണ്ട് ഇതേപോലെ ഒരു ഹൊറർ സിനിമ ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ സമ്മാനം കൊടുക്കാന്നെന്തോ പറഞ്ഞിട്ടൊരു പരിപാടി ഒരാൾ വെച്ച്. അപ്പൊ കുറെ ആൾക്കാർ ഇത് ഓക്കെ സമ്മാനം കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയി കാണാനൊക്കെ പോയി. അവരൊക്കെ തലകറങ്ങി വീട് പേടിച്ച് വിളിച്ച് എല്ലാം ഹോസ്പിറ്റലിൽ. എന്തായാലും അവര് മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ. അതിനകത്തെന്തോ 1-2 പേര് വക്കി വരെ അങ്ങോട്ട് എത്തിന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല ചേച്ചി, അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ചെയ്താൽ മതി. ഓ, ഞാൻ നോക്കിക്കൊണ്ടങ്ങ് ചെയ്തോളാം. ഓ ആ പിന്നെ എല്ലാരോടും കൂടെ ഞാനൊരു കാര്യം പറയാം. ഓ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഞാൻ സീരീസ് ഇരുന്ന് കാണും. ഒറ്റരെണ്ണം ഈ വഴിക്ക് വന്നു വരുന്നത് കേട്ടല്ലോ, പ്രത്യേകിച്ച് നീ. എന്തുവാടാ ഇത്? ഒരു സിനിമ കാണുന്നതിനും ഇങ്ങനെ വഴക്കോ? ചുമ്മാ ഒരു കാര്യമില്ല അല്ലേ? ഇഷ്ടം തന്നെ. അളിയാ സിമ്പിള് പരിപാടിയല്ലേ? ഈഗോയെ ജസ്റ്റ് ഒന്ന് ഹർട്ട് ചെയ്ത് വിട്ടാ മതി. ചേച്ചി ഇങ്ങനെ വേണം ഡീൽ ചെയ്യാൻ. നീ ഒരു പൊളി തന്നെ. പതുക്കെ പറ, ഫ്രണ്ട് ചെയ്യുന്ന വല്ലതും വിളിച്ച് പറയും.